ഹലോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. പോസിറ്റീവ് റേഡിയോ കേട്ടുകൊണ്ട് നിങ്ങളുടെ സമയം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഈ ഒരു പോസിറ്റീവ് റേഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റം തന്നെ കൊണ്ടുവരും. അപ്പം നമുക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അധികം സമയം ഒന്നും കളയുന്നില്ല. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ സീരീസ് നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, വലിയ ചലഞ്ചസ് ഒന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ലോ ഓഫ് അട്രാക്ഷൻ സീരീസ് ഒക്കെ ഒന്ന് കാണുക. എനിക്കറിയാം ഒരു പക്ഷേ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാലും മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം. പക്ഷേ അത് പ്രോപ്പറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അധികം ചലഞ്ചസ് ഇല്ലാതെ നമുക്ക് എഫേർട്ട്ലെസ്ലി തന്നെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ പോയിന്റുകളാണ് നമ്മൾ ഓരോ ദിവസമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തേതും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു റിസൾട്ട്, ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതുമല്ലോ. ആ ഒരു കാര്യത്തിൽ അത് നടക്കാൻ വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ അതേന്ന് പറഞ്ഞ് നടക്കുവാണോ? എന്നാൽ കേട്ടോളൂ, നിങ്ങൾ ഒരുപാട് ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ അതേന്ന് പറഞ്ഞ് നടന്നെങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനത്തെ ഒത്തിരി മോട്ടിവേഷനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ അങ്ങനെ നടന്നാലുണ്ടല്ലോ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്, നമ്മൾ ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഇതിനെല്ലാം അത് ബാധിക്കും. അങ്ങനെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുമ്പോഴത്തേനുണ്ടല്ലോ, യഥാർത്ഥ ഹാപ്പിനെസ് കിട്ടത്തില്ല. നമുക്ക് ആ റിസൾട്ട് കിട്ടും, പക്ഷെ ഒരുപാട് സമയം എടുക്കും. അങ്ങനെയാണോ നമുക്ക് വേണ്ടത്? നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ലഭിച്ചെങ്കിലല്ലേ നമുക്ക് അതിൻ്റെ ഒരു 100% ഒരു ഹാപ്പിനെസ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കുക. അല്ലാതെ ഇച്ചിരി പാടാ, നമ്മളങ്ങ് അറ്റാച്ച്ഡ് ആയി പോവും. അത് നേടിയെടുത്തേ പറ്റൂ എന്നുള്ള ഒരു കൂടുതലൊരു നമ്മുടെ ഉള്ളിലൊരു പ്രഷർ കിടക്കുകയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതിൽ നിന്ന് ഒരു ഡിറ്റാച്ച്മെൻറ്റ്. എനിക്കത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ ഉള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള എല്ലാ ഇതും ഉണ്ട്, എന്നാ കഷ്ടപ്പാടും ഉണ്ട്. എന്നാൽ ആ ഉള്ള കാര്യങ്ങളിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടി എന്ത് ആക്ഷനാണോ നിങ്ങൾ ചെയ്യേണ്ടത്, ആ ആക്ഷൻ ഹാപ്പി ആയിട്ട് അത്രയും ആസ്വദിച്ച് റിലാക്സ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ കൂട്ടത്തിൽ നിങ്ങൾ അഫർമേഷൻസ് എഴുതിക്കോളൂ. മാനിഫെസ്റ്റ് ചെയ്യേണ്ട നമ്മളെല്ലാം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പ്രോസസ്സ് എല്ലാം നിങ്ങൾ ചെയ്തോളൂ. അതെല്ലാം ചെയ്ത് നിങ്ങൾ റിലാക്സ് ആയിട്ട്, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കിട്ടിയതായിട്ട് ഭാവിച്ച് ആ ഒരു ഫീലിങ്സിൽ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്കുണ്ടല്ലോ അത്ര ചലഞ്ചസ് ഒന്നും വരത്തില്ല. എഫേർട്ട്ലെസ്ലി ഈ മാനിഫെസ്റ്റേഷൻ നമുക്ക് ലഭിക്കും. വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടുള്ള ചലഞ്ചസ് എല്ലാം ഏറ്റുവാങ്ങി നിങ്ങൾക്ക് നേടാനാണോ നിങ്ങൾക്ക് താല്പര്യം? അതുകൊണ്ട് എപ്പോഴും മൈൻഡ് വെക്കുക, നമുക്ക് ആഗ്രഹിച്ചു, പക്ഷെ അത് കിട്ടിയാലും കിട്ടിയില്ലേലും ഇപ്പോഴുള്ള ലൈഫിൽ ഇപ്പം എന്തുണ്ടെന്ന് നോക്കുക, അതിൽ ഹാപ്പി ആകുക, അതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാമേ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ആരും മറക്കരുത്. ഓക്കെ, നമുക്ക് പോസിറ്റീവ് റേഡിയോയുടെ സ്ത്രീകൾക്ക് മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ജോയിൻ ചെയ്തോളുക.